ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ഒരു പുതിയൊരു ടാബ് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു മോഡലുള്ള ഒരു ടാബാണ്, അതുകൊണ്ടാണ് നമ്മളത് അൺബോക്സ് ചെയ്യുന്നത്. ചൈനയുടെ ടാബ് ആണെങ്കിലും നല്ല കുട്ടികൾക്ക് ആകർഷിക്കാൻ പറ്റിയ ഒരു ടാബാണിത്. നമ്മൾ കൂടുതൽ വിവരങ്ങളൊക്കെ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഡിയ എന്നൊരു കമ്പനീന്റെ ഒരു പുതിയൊരു മോഡൽ ടാബാണ്. ഇതിന് മുമ്പിൽ നമ്മൾ ജേറ്റം J1 എന്നുള്ള ഒരു ടാബ് ഇതുപോലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റ് ടാബുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്, കാരണം ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിന് കുട്ടികൾക്ക് വളരെ ആകർഷിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ടാബ്. ഇതിന്റെ ബാക്കിലായിട്ട് വലിയ 2 സ്പീക്കർ ഉണ്ട്, അതുകൊണ്ട് ടി-വിയിൽ കേൾക്കുന്ന പോലെ വലിയ സൗണ്ടിൽ നമുക്ക് ഇതിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇത് ഐഡിയ എന്നുള്ള ഒരു കമ്പനിയാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ പിടിച്ചു നടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 കൊമ്പുകളുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന് 2 കണ്ണുകളുണ്ട്. ഇതിന്റെ ഈ ഒരു പൊസിഷനിലായിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ ഒരു സെക്ഷനിലാണ് ഇതിന്റെ ഒരു മൈക്ക് വരുന്നത്. പിന്നെ പവർ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. പിന്നെ വോളിയം ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന്റെ സൈഡിലായിട്ടില്ല. ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓണാക്കി നോക്കാം. കുട്ടികൾക്ക് നല്ല ആകർഷിക്കുന്ന നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു സൗണ്ടുള്ള ഒരു ടാബ് തന്നെയാണിത്. പിന്നെ കുട്ടികൾക്ക് ഇതിൽ കുറച്ച് വിട്ടൊക്കെ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ കാണാനൊക്കെ പറ്റുന്നുള്ള ഒരു സൗകര്യമുള്ളതാണ്. മറ്റുള്ള ടാബിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യം ഇതിന് വരുന്നില്ല. പിന്നെ ഇത് നമുക്ക് ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സാധാ ഒരു ടാബ് പോലെ തന്നെയാണ്, അതായത് ഒരു ചൈന ടാബിൽ കാണുന്ന അതേ ഒരു സെറ്റിങ്സ് ഒക്കെ തന്നെയാണ്. സോഫ്റ്റ്വെയറുകളിലൊന്നും പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറും കൂടി ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇതിൽ സോഫ്റ്റ്വെയറിൽ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റിയതായിട്ട് കണ്ടില്ല. ആൻഡ്രോയിഡ് വെർഷൻ 6.1 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു ആൻഡ്രോയിഡ് 10 കൂടി ഒന്ന് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉഷാറായി എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. കുട്ടികൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് 5 അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 4 ഒക്കെയാണ് എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്നത് സാധാരണ ടാബുകളൊക്കെ. ആ ടാബുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല ടാബ് തന്നെയാണ്. നമുക്ക് ഇതിലൊന്ന് യൂട്യൂബ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് വരുന്നതിന് വേണ്ടി ഇതിൽ ആദ്യം യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സോറി, നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയില്ല, കാരണം യൂട്യൂബ് ആദ്യം. ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണതൊക്കെ നമുക്ക് ഇതിലാണ് ഇവർ കൊടുത്തിട്ടുള്ള കമ്പനി, ഇതിൻ്റെ സിസ്റ്റത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പുറത്തൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉഷാറായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ടാബ് തന്നെയാണ്, കാരണം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗൂഗിൾ ക്രോം, പിന്നെ മറ്റ് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അത്യാവശ്യം TV കാണാനും ഇതിനൊക്കെ ഉപയോഗിക്കും. പിന്നെ മറ്റ് ടാബുകളുടെ അതേ ഒരു ഓപ്ഷൻ തന്നെ, വോളിയത്തിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടാബ് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതിൽ കൊടുത്തിട്ടില്ല. ഒരു ലാൻഡ്സ്കേപ്പിൽ മാത്രമാണ് ടാബ് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഒരു LED ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ടാബ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ USB ഇട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യാം, മെമ്മറി കാർഡ് ഇട്ടിട്ട് പ്ലേ ചെയ്യാം. 2 മൈക്ക് ഇതിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ചാർജിങ് ഇൻപുട്ട് വരുന്നത് Type-C ആണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വീഡിയോ ഇതിലുണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ഞാൻ പ്ലേ ആക്കണില്ല, കാരണം എന്താ വെച്ചാൽ ഇത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും